തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ലക്ഷ്യവുമായി യു.ഡി.എഫും എൽ.ഡി.എഫും ഒന്നിക്കാൻ പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ വളരെ ശക്തമാണ്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിക്കുന്നത് ഇത്തരമൊരു നീക്കവുമായി യു.ഡി.എഫ് മുന്നോട്ട് പോകില്ലെന്നാണ്. കാരണം യു.ഡി.എഫിനെ സംബന്ധിച്ച് ഇതൊരു ആത്മഹത്യാപരമായ നടപടിയായിരിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണുള്ളത്. കോൺഗ്രസ് പാർട്ടിക്ക് നല്ല ആശങ്കയുണ്ട്. കാരണം ബി.ജെ.പിക്ക് അനുകൂലമായിട്ടൊരു സിമ്പതി വേവ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പ്രത്യേകിച്ച് ബി.ജെ.പി രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് നേടിയിട്ടുണ്ട്. വട്ടിയൂർക്കാവും അതുകൂടാതെ തന്നെ നേമത്തും. അപ്പം ഇങ്ങനെയൊരു നീക്കവുമായി ഒരു മാൻഡേറ്റ് അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കവുമായിട്ട് യു.ഡി.എഫും എൽ.ഡി.എഫും പോവുകയാണെങ്കിൽ അതിൻ്റെ ഗുണം ബി.ജെ.പിക്ക് ലഭിക്കാനാണ് സാധ്യത. ഒരു സിമ്പതി വേവൊക്കെ ബി.ജെ.പിക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ നീക്കത്തിൽ നിന്ന് യു.ഡി.എഫ് പിന്മാറി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എൽ.ഡി.എഫും ഈ രീതിയിൽ തന്നെയുള്ള പ്രസ്താവനകളൊക്കെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എം.വി. ഗോവിന്ദ മാസ്റ്റർ തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. തൽക്കാലം യു.ഡി.എഫുമായിട്ട് എവിടെയും ഒന്നിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, യു.ഡി.എഫുമായി ഒന്നിച്ച് എവിടെയും ഭരണം നേടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് എം.വി. ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ബി.ജെ.പിയെ സംബന്ധിച്ച് ആശ്വാസമൊന്നും പറയാൻ സാധിക്കില്ല. കാരണം ബി.ജെ.പിക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് നിലവിൽ ബി.ജെ.പിക്ക് 50 കൗൺസിലർമാരുടെ പിന്തുണയാണുള്ളത്. ആകെയുള്ളത് 100 കൗൺസിലർമാരാണ് നിലവിൽ. അതിൽ 50 കൗൺസിലർമാരുടെ പിന്തുണയാണുള്ളത്. 101 വാർഡാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. അതിൽ ഒരു വാർഡിലേക്ക് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അത് വിഴിഞ്ഞമാണ്. വിഴിഞ്ഞത്ത് എന്തായാലും ബി.ജെ.പിക്ക് വിജയ സാധ്യതയില്ല, ന്യൂനപക്ഷ മേഖലയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ജയിച്ച 2 സ്വതന്ത്രരിൽ ഒരാളുടെയെങ്കിലും പിന്തുണ ഏറ്റവും പെട്ടെന്ന് തന്നെ ഉറപ്പാക്കാനായിരിക്കും ബി.ജെ.പി ശ്രമിക്കുക. ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് പൗണ്ട് കടവിൽ നിന്ന് ജയിച്ച കോൺഗ്രസ് വിമതനായ സുധീഷ് കുമാറിന്റെ പിന്തുണ തേടാനാണ് ബി.ജെ.പിയുടെ ശ്രമം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരാൾ പാറ്റൂർ രാധാകൃഷ്ണനാണ്, മാധ്യമപ്രവർത്തകനൊക്കെ ആയിരുന്നു. അദ്ദേഹം കണ്ണമൂലയിൽ നിന്നാണ് ജയിച്ചത്. മുൻ CPM-കാരനാണ്. പക്ഷേ ഇപ്പോൾ CPM-ആയിട്ട് ഉടക്കി നിൽക്കുകയാണ്. അപ്പം ഈ ഒരു സാഹചര്യമാണ് ബി.ജെ.പി തേടുന്നത്. തൽക്കാലം ഇപ്പോൾ യു.ഡി.എഫും എൽ.ഡി.എഫും ഇത്തരം ഒരു നീക്കവുമായി മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ രീതിയിലുള്ള നീക്കം വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നേക്കാം. ആ സമയത്ത് ഇതൊരു വലിയ ത്രെട്ടായിട്ട് മാറും. പ്രത്യേകിച്ച് വിഴിഞ്ഞത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അത് കഴിയുമ്പോൾ ബി.ജെ.പിക്ക് വീണ്ടും ഒരു ന്യൂനത വരികയാണ്. കാരണം ഒരു ആൾ കൂടി അവരുടെ അംഗസംഖ്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ 29 വാർഡുകളാണ് എൽ.ഡി.എഫ് ജയിച്ചത്. യു.ഡി.എഫ് ആണെങ്കിൽ 19 വാർഡുകളിൽ 2 സ്വതന്ത്രർ. അങ്ങനെ വരുമ്പോൾ തന്നെ അത് 50 പിന്നെ ഒരാൾ കൂടി എഡീഷണലായിട്ട് വരികയാണ്. വിഴിഞ്ഞത്ത് ജയിക്കുകയാണെങ്കിൽ അത് ബി.ജെ.പിക്ക് തിരിച്ചടിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്രനെങ്കിലും ഒപ്പം നിർത്താനുള്ള ഒരു ശ്രമമാണ് ബി.ജെ.പി നടത്തുന്നത്. ഇപ്പോൾ യു.ഡി.എഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യു.ഡി.എഫ് ഏറ്റവും വലിയൊരു ആശങ്കയായിട്ട് ഈ ഒരു നീക്കത്തിന് പിന്നിൽ കണ്ടത് ഇതിൻ്റെ ഒരു നേട്ടം എൽ.ഡി.എഫ് കൊയ്യുമെന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു നീക്കവുമായി മുന്നോട്ട് പോവുകയാണ്. ബി.ജെ.പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ലക്ഷ്യമായി മുന്നോട്ട് പോകുന്നത്. അത് വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം കിട്ടാൻ പോകുന്നത് എൽ.ഡി.എഫിനും CPM-നുമായിരിക്കും. അവരതൊരു ക്യാമ്പയിനായിട്ട് മാറ്റും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ മാറ്റി നിർത്തിയത് ഞങ്ങളാണെന്നുള്ള ഒരു അവകാശവാദം അവർ ഉന്നയിക്കും. കോൺഗ്രസിന് ഇതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. പിന്നെ അത് മാത്രമല്ല, ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു നീക്കം നടക്കുകയാണെങ്കിൽ അതായത് ഈ പറയുന്ന എൽ.ഡി.എഫും യു.ഡി.എഫും ചേരുന്നു, അതിനൊപ്പം 2 സ്വതന്ത്രരെ കൂടി കൂട്ടിയാൽ പോലും 50 ആവുകയുള്ളൂ. ബി.ജെ.പിക്ക് 50 വാർഡുകളിൽ നിലവിൽ കൗൺസിലർമാരുണ്ട്. അപ്പോൾ 50 എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ ഡെപ്യൂട്ടി മേയറെയും നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കേണ്ടി വരും. അതൊക്കെ ഒരു വലിയ റിസ്ക്കാണ്. അതുകൊണ്ട് ഇത്രയും വലിയ പൊളിറ്റിക്കൽ എക്സസൈസ് ഒക്കെ നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പും കോൺഗ്രസിനൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നീക്കവുമായി തൽക്കാലം പോകില്ല. പക്ഷേ ബി.ജെ.പിയെ സംബന്ധിച്ച് വളരെ കരുതി തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഒരു നീക്കം പുനരുജ്ജീവിപ്പിക്കുകയാണെങ്കിൽ അതിനെ മറികടക്കാനുള്ള ടാക്ടിക്സുമായിട്ട് ബി.ജെ.പിക്ക് പോകേണ്ടതുണ്ട്. ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞ 2 സ്വതന്ത്രരെയും ഒപ്പം നിർത്തുക എന്നുള്ളതാണ് ബി.ജെ.പിക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു ത്രെട്ടും തൽക്കാലം ഉണ്ടാകില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള മറ്റൊരു തലവേദന ശബരിനാഥിൻ്റെ കാര്യമാണ്. കാരണം ശബരിനാഥ് ജയിച്ചിരിക്കുന്നത് കവടിയാർ വാർഡിലാണ്. പക്ഷേ ഈ കവടിയാർ വാർഡ് എന്ന് പറയുമ്പോൾ നല്ല മത്സരം കാഴ്ചവെക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ ശക്തമായ പിന്തുണയുള്ള മധുസൂദനൻ നായരാണ്. ചെറിയ വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ശബരിനാഥ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ ഈ വാർഡ് ഒഴിയേണ്ടി വരും. അപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ബി.ജെ.പി ജയിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതും കോൺഗ്രസിന് മുമ്പിലുള്ള ഒരു ലോക്കാണ്. പ്രത്യേകിച്ച് ശബരിനാഥിന് മുമ്പുള്ള ഒരു ലോക്കാണ്. അപ്പോൾ ഇങ്ങനെ കുറേ സങ്കീർണതകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ബി.ജെ.പി ഈ ഭരണം ഉറപ്പിച്ച് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. കാരണം ബി.ജെ.പി സംബന്ധിച്ച് റിസ്ക് എടുക്കാൻ പറ്റില്ല. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരാൻ പോവുകയാണ്. അപ്പോൾ നരേന്ദ്രമോദി വരുന്നു, തിരുവനന്തപുരത്തെ വികസന പദ്ധതികളൊക്കെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ആ രീതിയിൽ ഊർജിത പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനൊരു ഇമ്പാക്റ്റ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഏറ്റവും ചുരുങ്ങിയത് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം ഈ മണ്ഡലങ്ങൾ ബി.ജെ.പിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ 4 മണ്ഡലങ്ങളും നന്നായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ ബി.ജെ.പിക്ക് വേണമെങ്കിൽ വിജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളാണ്. നേമത്ത് നിലവിൽ ഏതാണ്ട് 4000-ലധികം ഭൂരിപക്ഷമുണ്ട്. പിന്നെ അതുകൂടാതെ
വട്ടിയൂർക്കാവിലാണെങ്കിൽ 2400-നടുത്ത് ഭൂരിപക്ഷം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ BJPക്ക് അനുകൂലമായ കാര്യങ്ങളാണ്. അപ്പോൾ നല്ല വികസന പദ്ധതികളൊക്കെ കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ ഒരു ഇംപ്രഷൻ ജനങ്ങൾക്കിടയിൽ, നഗര വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. ഇപ്പോൾ ശ്രീലേഖ മേയർ ആകുമോ അല്ലെങ്കിൽ VV രാജേഷ് മേയർ ആകുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യമായിട്ട് നിൽക്കുന്നത്. പക്ഷേ BJPക്ക് മുമ്പിലുള്ള ഒരു കടമ്പ എന്നത്, അതായത് ഡെപ്യൂട്ടി മേയർ നിലവിൽ വനിതാ സംവരണ പദവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീലേഖയെ മേയർ ആക്കുകയാണെങ്കിൽ ഡെപ്യൂട്ടി മേയറായിട്ടും മറ്റൊരു വനിതയെ കണ്ടെത്തേണ്ടി വരും. അല്ലെങ്കിൽ രാജേഷിനെ മേയറാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കരമന അജിത്തിനെയോ അങ്ങനെ ആരെങ്കിലും മേയറാക്കുകയാണെങ്കിൽ ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയർ ആക്കുന്നത് ഒരു മികച്ച ഒരു ഓപ്ഷനായിരിക്കും BJPക്ക് മുമ്പിൽ. അങ്ങനെയാണെങ്കിൽ ഒരു വനിതയെയും ഒരു പുരുഷനെയും അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് BJPക്ക് മുമ്പിലുള്ള ഒരു ഓപ്ഷൻ. ഈ രീതിയിലുള്ള അഭ്യൂഹങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീലേഖ മേയർ ആവണം എന്നുള്ളൊരു വാദം പൊതുവെ പാർട്ടിയിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു പച്ചക്കൊടി എന്താണോ അതിനനുസരിച്ചായിരിക്കും അന്തിമ തീരുമാനം. ശ്രീലേഖയെ മേയറാക്കി കുറച്ചു കാലം മുന്നോട്ട് പോകുക. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം വരുന്ന തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നത്. അതുമാത്രമല്ല, ശ്രീലേഖയുടെ പേരിങ്ങനെ അഭ്യൂഹങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കാരണം വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീലേഖ വരാനുള്ളൊരു സാധ്യത തെളിയുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രീലേഖ മേയർ എന്നുള്ള രീതിയിൽ വരുന്നു, കുറച്ച് പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് നല്ലൊരു ഭരണം ചെറിയ കാലയളവിലാണെങ്കിലും കാഴ്ചവെക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് BJPക്ക് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ലഭിക്കും. പ്രത്യേകിച്ച് 2 സ്ഥലങ്ങളിലും, വട്ടിയൂർക്കാവിലും നേമത്തും BJPക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഡ് നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവായുള്ള കാര്യമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ എന്തായാലും നമുക്കറിയില്ല, കാരണം കേന്ദ്ര നേതൃത്വത്തിൻ്റെയും BJPയുടെയും തീരുമാനങ്ങൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ BJPയെ സംബന്ധിച്ച് ഭരണം ഏത് വിധേനയും തുടരുക, അതായത് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നത് തന്നെയായിരിക്കും അവരുടെ ഒരു പ്രധാന ടാർഗറ്റ് എന്ന കാര്യത്തിൽ ഒരു തർക്കമുണ്ടായില്ല.